ഇപ്പം ഞാൻ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടുത്തെ പോലീസുകാരും കാണാ ഒപ്പം കണ്ടുവന്ന്. അപ്പോൾ പോലീസ് എന്നെ എന്തൊരു വിളിച്ചത്, എന്തോ വിളിച്ചാണ് കാര്യത്തിന്. പിന്നെ നീ ഫ്രാങ്ക്ലിനല്ലേ? വിളിച്ച ഞാൻ ഫ്രാങ്ക്ലിൻ ഗ്യാങ്സ്റ്റർ. ഇതെന്തോ ഗ്യാങ്സ്റ്റർ ആയിക്കോ. ഇവിടെ ഒരു വണ്ടി വന്നിങ്ങനെ, ആ വണ്ടി നീ അടിച്ചു മാറ്റണം നൈസായിട്ട്. അത് ഇവിടുത്തെ ഒരു റിച്ച് ടീമാണ്. അവർക്ക് വേണമെങ്കിൽ എന്താ പറയുക, നല്ല പൈസ ഉണ്ട് പറഞ്ഞാൽ നല്ല പൈസ തന്നെ. നിന്നെ അടിച്ചു മാറ്റണം. അടിച്ചു മാറ്റാനുള്ള ഒരു കാറാണ്. ആ കാറിൻ്റെ പേരൊന്നും അറിയില്ല. എന്തായാലും അവിടെ ഗാർഡ്സൊക്കെ ഉണ്ടാവും. നീയൊക്കെ അവന്മാരെ സൂക്ഷിക്കണം. പോലീസ് ഞാനൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയുക, മോഷ്ടിച്ചിട്ടൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ഇല്ലേ? പിന്നെ അല്ലാതെ നമുക്ക് എന്ത് എക്സ്പീരിയൻസ് അവിടെ ഇല്ലാത്തത്? നമുക്ക് എല്ലാ എക്സ്പീരിയൻസും ഉണ്ട് പോലീസിനാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തത്. അവിടെ പോടാ, എനിക്ക് എക്സ്പീരിയൻസ് ഒരു പേടിയാണ്. പേടിയുള്ളവർ പിന്നെ എക്സ്പീരിയൻസ് ഇല്ലാന്നാണ് പറയുന്നത്. ഇവനെ കൊണ്ട് നമ്മളെ മുക്കിലാക്കുന്നത് തന്നെ കുഴപ്പമില്ല. നമുക്കൊരാൾ കിട്ടിയിടേ, ഞാൻ അതിനെ പറഞ്ഞയക്കണ്ട. നോക്കിക്കൊണ്ട് നമ്മളെ ഗ്രാനി ഒന്ന് പിടിച്ചത് പോലീസേ. ഗ്രാനിയോ? അതാരോ? അതാണ് നമ്മളെ അണ്ടി കുഞ്ഞാണ്ടി ഗ്രാനി. അണ്ടി കുഞ്ഞാണ്ടി അതാരാണ്? പോലീസിനെ അറിയില്ല. അത് വലിയൊരു കഥയിന്. അത് കുറച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വിട്ടേക്ക്, ഞാൻ എന്തായാലും പോയേക്കാം. ഓക്കെ. പിന്നെ ഇവിടെ എന്താ പറയുക, പ്രസനേഴ്സ് ഉണ്ടാ? ഒന്നും പറയണ്ട, ഇവിടെ ആരും നിൽക്കുക അങ്ങനെ. ഓക്കെ, ഇവിടെ എല്ലാവരും പോയി. ഇപ്പം കേൾക്കുന്നുണ്ട് തോന്നി. ഇവനെ ഞാൻ ഇപ്പം സൂക്ഷിച്ചതിന് ഇവനെ അടിച്ചിട്ടോ പോലീസേ. ഞാൻ അടിച്ചിട്ടോ. ഓക്കെ, അവനെ അടിച്ചിട്ട് കഴിച്ചു നമ്മൾ. പിന്നെ കുറേ നേരമായി ഇതൊക്കെ കേട്ടിട്ടേ അവനെ പോലീസിൻ്റെ അടുത്ത് ഇതൊക്കെ കൊടുക്കും. അവനെ അടിച്ചിട്ട് നന്നായി. അല്ല അവൻ പറഞ്ഞു നിർത്തി തന്നെ, എൻ്റെ ജോലി പോയി തന്നെ. കുഴപ്പമില്ല, അപ്പം ആരും അറിഞ്ഞിട്ട് ചെയ്യാമല്ല. അതുകൊണ്ട് ഇതൊക്കെ ലൊക്കേഷൻ വിട്ടിട്ടാ അവനെ അതിൽ പോവാൻ പോലീസേ. ഓടോ, നീ പോയിക്കോ. ലൊക്കേഷൻ വന്നിങ്ങണേ പോലീസേ. ഇവിടെ അല്ലേ ലൊക്കേഷൻ? ഓക്കെ പോലീസേ, നമുക്ക് എന്തായാലും ലൊക്കേഷൻ കണ്ടിട്ട് പോവാം. ഓക്കെ. ഇവിടെ പിന്നെ നമ്മൾ ലൊക്കേഷനൊക്കെ മേടിച്ച് പോവുകയാണ്. എന്താ പറയുക, പോലീസ് നമുക്ക് ലൊക്കേഷനൊക്കെ അയച്ചെന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിപ്പോൾ ലൊക്കേഷൻ കിട്ടിക്കാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇനി നേരെ എന്താ പറയുക, വണ്ടി അടിച്ചു മാറ്റണം. ആ വണ്ടി അടിച്ചു മാറ്റാനുള്ള സ്ഥലം എവിടെയെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ പോലീസുകാർ ഒരു വണ്ടി എത്തുന്നതിന്, ഇതൊരു ബുള്ളറ്റ് പ്രൂഫും ബോംബ് പ്രൂഫുമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തേക്കാം. ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, നമ്മൾ ഈ വണ്ടി എടുത്തുങ്ങനെ നല്ല പവറാണ് ഈ വണ്ടിക്ക്. പവറല്ല, നല്ല ബുള്ളറ്റ് പ്രൂഫ്. മോനെ ഈ വ്യൂ പൊളിയേക്കണേ, ചെറുതായിട്ടേ കാണുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ വ്യൂ എല്ലാം തന്നെ ഓടിക്കാം. ഓക്കെ, അവിടെ സിഗ്നലൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ നോക്കില്ല, അതൊക്കെ നമുക്കുള്ള ഫീലല്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ. ഇവിടെ വണ്ടി വരുന്നുണ്ട്, അതിനെ നമുക്ക് നോക്കണ്ട. ഓക്കെ, ഇവിടെ മുമ്മാരൊക്കെ ഉണ്ട്. എന്തായാലും ആ വണ്ടിയുള്ളവർക്ക് നമുക്ക് എന്തായാലും പോകണം. എന്താ പറയുക, പോലീസ് എന്ന എക്സാക്റ്റ് ലൊക്കേഷനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി പോകുമ്പോൾ എന്തായാലും ഒരു പ്രീമിയം ഡ്രസ്സ് ഇട്ട് പോകാം. എന്താ പറയുക, റിച്ച് കൺട്രി അല്ല, റിച്ച് ടീമാണ്. അവന്മാർ നമ്മളെ കണ്ട എന്തായാലും ഇതാക്കും. നമ്മൾക്ക് ഉള്ളിലേക്കൊക്കെ കയറി ചാവി എടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കൊരു പാർട്ടിക്കാരൻ്റെ പോലെ പോകണം. ഇവിടെ ഇപ്പോൾ ഏത് ഡ്രസ്സാണ് ഉള്ളത്? ഇവിടെ ഡ്രസ്സ് ഉണ്ടേ ഇവിടെ ഇപ്പോൾ. ഓക്കെ, ഇവിടെ ഒക്കെ ഇപ്പം ഞാനൊരു ഡ്രസ്സ് ഇട്ടിരുന്നത് പാർട്ടീൻ്റെ പോലെ തന്നെ ഉണ്ടല്ലേ. അപ്പം ഇതൊക്കെ മതി നമുക്ക്. പിന്നെ ഇവിടെ ഏതൊരു പിച്ചക്കാരൻ പോകുന്നുണ്ട്. ആ പിച്ചക്കാരനൊന്നും നമ്മൾ നോക്കൂല. അത് പോയിക്കോട്ടെ, അതിൻ്റെ കള്ളും കുടിച്ച് വന്നിട്ട് സാധനം. നമ്മളും കള്ളൊന്നും കുടിക്കലില്ല, ഒരിച്ചിരി ഒരു ബിയറടി ഉണ്ട്, അതിനുള്ളൂ. അത് നമ്മളായിട്ടോ കുടിക്കണേ. നമ്മളെ ഫ്രാങ്ക്ലിൻ ഞാനാണ് കുടിക്കണേ. അത് ഞാൻ തന്നെയാണ്. ഞാനെന്ന് പറയാൻ ഞാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഇവിടെ ടാക്സൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ആ റിച്ച് ടീമിൽ വന്നിങ്ങനെ നമ്മൾ ഇവിടെ ബോഡി ഗാർഡ്സൊക്കെ ഉണ്ട് പോകുന്നത്. എൻ്റെ മോനെ, ഇവിടെ ബോഡി ഗാർഡ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ മതിലൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ ചാടണം. അവിടെ എന്തോ സിനിമ ഷൂട്ടോ, ഇവിടെ എന്തോ റോക്കറ്റൊക്കെ ഉണ്ട്. ഇവിടെ നിർത്താം നമുക്ക് വണ്ടി. എന്നിട്ട് നമ്മൾ നേരെ മെല്ലെ പോവാം. ചേച്ചി ഒന്ന് കുണ്ടി മാറ്റൂ.
ഇവന്മാരൊക്കെ ബിയർ അടിക്കണ്ടേ. നമ്മളെന്തായാലും ബിയർ അടിയൊന്നും ചെയ്യട്ടാ. ഇവിടെ ഏതോ വേറെ പിച്ചക്കാരനാണ് ഇവന്, അറിയില്ല. എന്തോ മുട്ടിന് പോണ്ട്. അവിടെ 2 ഗാർഡ്സ് ഉണ്ട് നമ്മളവിടെ വെക്കുന്നത്. ഇവിടെ ലിമോസീനൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വണ്ടി നല്ല പോകാൻ നമുക്ക് എന്തായാലും ഒക്കെ ഗാർഡ്സ്. അവിടെ നിൽക്കണോ ആർക്കിതുണ്ടോ? ചേട്ടാ ഉണ്ട്. അപ്പോൾ എന്തായാലും മെല്ലെ പോവാം. എവിടേക്ക് കയറി പോണേ? അവിടെ നിൽക്കണോ? ഇവിടെ വാക്കിലൊരു വായ നോക്കി നിൽക്കാമെന്ന ഇവന്മാരെ കൊണ്ട്. ചേട്ടാ ഞാൻ ഇപ്പോൾ പോവും. ഓക്കെ നമുക്കിപ്പോൾ പോവാൻ പറഞ്ഞിനി. ഓക്കെ ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. നമ്മളെ അടുത്ത് ID കാർഡ് ഉണ്ടോണ്ട് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും കയറി പോവാം. നമ്മൾ ഇവിടുത്തെ ഒരു നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ, ഡ്രസ്സ്. അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് എന്തായാലും നമ്മളെ സെക്യൂരിറ്റിക്കാരൻ്റെ പോലത്തെ ഡ്രസ്സാണ്. ഇതിട്ട പിന്നെ നമ്മൾ മനസ്സിലാവില്ല. ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പം ഇതാണ് വണ്ടി. ഇതാണ് പൊളി പുപ്പൻ വണ്ടി. ഇതാ കിടക്കുന്നത്. എൻ്റെ മോനെ ഇതിനുള്ള പവർ ഉണ്ടാവും കേട്ടോ. ഇതാണ് ആ വണ്ടിയല്ലേ. മെല്ലെ തടിച്ചു മാറ്റാം. ആരും ഇല്ലാന്ന് വിചാരിക്കും. ഓക്കെ എടുത്തക്കണേ. ഇത് ഗേറ്റിന് ചവിട്ടി പൊളിച്ച് പോവാ. തുറക്കണം. അയ്യോ അമ്മാരിവിടെ. അയ്യോ ഇന്നെടുത്തിരുന്ന അത്രക്കായോ? എൻ്റെ മോന്തൊക്കെ ചോട്ടെന്താ നായിൻ്റെ മോനെ. എന്താ പുടിച്ചിട്ട് കള്ള നായിൻ്റെ മോനെ. കള്ള ഹിമാറേ ജിന്നടിച്ചാരെന്നായിട്ടിരിക്കുക. എൻ്റെ പവറൊന്നും എനിക്കറിയില്ല. ഒരു ചത്ത് കൊല്ലു ഞാൻ. കച്ചറിൻ്റെ ദേഷ്യം വന്നിങ്ങനെ ഇല്ല. ആരാന്നാൻ്റെ ചേരാ. ഇവിടെ കുറേ ബ്ലോക്ക് ഉണ്ട്. അയ്യോ ആൾക്കാർ ഇവരടിച്ചാൽ ഇട്ടേക്കാം. നമുക്ക് മാറിക്കല സെക്യൂരിറ്റി എന്താ സ്റ്റാച്ചു അണ്ണാച്ചോളെ വിലക്കണ്. ഇവനെ ഞാൻ ഒന്ന് ചവിട്ടിക്കൊല്ലു. വണ്ടി ആകെ തകണം മറിഞ്ഞു തോന്നുന്നു ഗൈസ്. ഒക്കെ ബൂസ്റ്റർ ഇട്ടാണ് ഞാൻ. ഒരു ബൂസ്റ്ററും കൂടി ഇട്ടേക്കാം. ഓക്കെ നമ്മൾ വണ്ടി എങ്ങനെയെങ്കിലും എസ്കേപ്പ് അയക്കുന്ന ഇവിടുന്ന്. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇവിടുന്ന് വിടാം. പോലീസുകാർ വരുന്ന മുമ്പ് ഇവിടുന്ന് വിടണം. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ടൈമില്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കണേ. ഓക്കെ ഇവിടെ നമ്മൾ പെട്ടെന്ന് സ്കൂളിൽ പോകണം. ഈ വണ്ടിക്ക് കുറച്ച് ഡാമേജൊക്കെ വന്നിങ്ങനെ. അതൊക്കെ അവന്മാർ ശരിയാക്കിക്കോളും. അപ്പോൾ നമ്മൾ ശരിയാക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അവന്മാരെ പണിയാണ് ഗൈസ്. നമുക്കെന്തായാലും ഇതൊന്നും ശരിയാക്കണ്ട. ഓക്കെ നമുക്കെന്തായാലും ഇവിടുന്ന് എസ്കേപ്പ് ആവണം. ഓക്കെ അവിടെ വണ്ടികളൊക്കെ വന്നിങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിൽ എടുക്കാം. ഇനിയിപ്പോൾ പോലീസുകാർ ഒന്നും വരുന്നുണ്ടാവില്ല. മറ്റേ പോലീസുകാരെ പിടിച്ച് നിർത്തിയിട്ടുണ്ടോ അവിടെ. ഓക്കെ നമ്മളിവിടെ എത്തിയാണ് പോലീസ് സ്റ്റേഷനിൽ. ഓക്കെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക്. ഓക്കെ ഇതാണ് വണ്ടി. നല്ല രസമുണ്ട്. ഇത് റിപ്പയറാക്കി റിപ്പയറാക്കിയിട്ട് റിപ്പയറാക്കി നമ്മളിത് റിപ്പയറൊക്കെ ആക്കി. നമുക്ക് എന്തായാലും ഇവിടെ ഇട്ടേക്കാം പോലീസ് സ്റ്റേഷനിൽ. നമ്മളൊന്ന് റിപ്പയറാക്കി ഇങ്ങോട്ട് തന്നെ എടുക്കാം. ഒരു മഞ്ഞ കളർ അടിക്കും. അവർ തന്ന പൈസേന്. അത് പോലീസുകാർ തന്ന പൈസേന്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം എന്തായാലും ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ വെച്ചാൽ എല്ലാവർക്കും കാണുന്നവരെ നമുക്ക് ഇനി എന്തായാലും പുതിയൊരു വീഡിയോ തരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു ബൈ.